നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 മെയ് മാസം 1-ാം തീയതി, 1200-ാം ആണ്ട് മേടമാസം 18-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്. ശരിക്ക് വ്യാഴം എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ ദിവസമാണ്. ഗുരു നല്ല നക്ഷത്രവും കിട്ടിയിരിക്കുകയാണ്, മകയിര നക്ഷത്രം. ഗുരുവിൻ്റെ ദിവസവും മകയിര നക്ഷത്രവുമായിട്ട് കിട്ടിയിരിക്കുകയാണ്. ഗുരുവിൻ്റെ ദിവസത്തിനുള്ള പ്രത്യേകത എന്താണ്? ലക്ഷം ദോഷം ഗുരുഹന്തി. ലക്ഷം ദോഷം ഉണ്ടെങ്കിലും അന്ന് നല്ല മുഹൂർത്തം കിട്ടുകയാണെങ്കിൽ വ്യാഴം പരിഹരിച്ചു കൊണ്ടുപോകും. ഇന്ന് നല്ല ദിവസമാണ്. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് തുനിയാൻ ഈ സമയം വളരെ അനുകൂലപ്രദമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുക, അത് വിജയത്തിലേക്ക് കലാശിക്കും. സാമ്പത്തികമായ കാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു കാലഘട്ടമാണ്. സാമ്പത്തികമായ കാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ ദിവസമാണ് ഇന്ന്. അപ്പോൾ അതിനു വേണ്ടി ഇറങ്ങണം. ബാങ്കിൽ ലോണിനാവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമ്പത്തിക സ്രോതസ്സിന് വേണ്ടി ഊഹ കച്ചവടങ്ങൾക്കോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ദിവസം നല്ലതാണ്. അതുപോലെ തന്നെ മേടമാസത്തിലെ മകയിര നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കൊരു വർഷം വളരെ ഭാഗ്യദായകമായി തീരും. പ്രത്യേകിച്ച് സാമ്പത്തികമായി വളരെ പുരോഗതി ഉണ്ടാവും. ബാധ്യതകൾ കുറയും. നമുക്ക് ബാധ്യത കൂടി വരുന്ന കാലഘട്ടമായതുകൊണ്ട് ബാധ്യത കുറയും. സാമ്പത്തികമായി നമുക്ക് വളരെ പുരോഗതി ഉണ്ടാവും. ഉയർച്ചയ്ക്കിട വരുന്ന കാലഘട്ടമാണ്. സാമ്പത്തികമായി നേട്ടം ഉണ്ടാവുക, അതുപോലെ പുരോഗതിക്കിട വരുന്ന കാലഘട്ടമാണ്. മറ്റ് നേട്ടഭാവങ്ങൾക്ക് ഇടവരുന്ന കാലഘട്ടം തന്നെയാണ്. അപ്പോൾ പുരോഗതിയോടുകൂടി, ഉയർച്ചയോടുകൂടി, ഉന്നതിയോടുകൂടി പോകാൻ ഇടവരുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത്. അപ്പോൾ ബിസിനസ് ആദി കാര്യങ്ങൾ ചെയ്യാം, മറ്റ് സാമ്പത്തിക കാര്യങ്ങൾക്ക് ഇടപെടാം. അതുപോലെ ഊഹ കച്ചവടങ്ങളിലോ അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലോ മറ്റ് റിയൽ എസ്റ്റേറ്റുകളിലോ മറ്റേതെങ്കിലും മേഖലകളിൽ സാമ്പത്തികമായി നിങ്ങൾക്ക് അപ്രതീക്ഷിത ധനവും കൂടി വന്നു ചേരുമെന്നാണ്. അതിന് ഏറ്റവും അനുകൂലപ്രദമായ ഒരു കാലഘട്ടമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അതിനെ വേണ്ട രീതിയിൽ വിനിയോഗിച്ചുകൊള്ളുക. അതുപോലെ ഇന്നത്തെ ദിവസവും നല്ല ദിവസമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമുക്ക് രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. 1:30 മണി മുതൽ 3 മണി വരെയാണ് രാഹുകാലം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 1:54 തൊട്ടേ രാഹുകാലം തുടങ്ങുകയുള്ളൂ. 3:27 വരെ രാഹുകാല സമയമുണ്ട്. രാഹുകാല സമയം യാത്രയ്ക്ക് എടുക്കരുത്. നമുക്ക് യാത്ര തുടങ്ങാൻ, അല്ലെങ്കിൽ രാഹു എന്ത് ചെയ്യും? ചുറ്റിക്കും. രാഹു എന്ന് പറഞ്ഞാൽ പാമ്പാണ്. പാമ്പ് എഴയും പോലെ നമ്മളെ കാര്യങ്ങളെ എഴയിപ്പിക്കും. അതുകൊണ്ടാണ് രാഹുകാലത്ത് പോകരുതെന്ന് പറയുന്നത്. 1 കിലോമീറ്റർ പോവേണ്ട നമ്മളെ 3 കിലോമീറ്റർ ഓട്ടിക്കും. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഗുളികകാല സമയം വരുന്നത് 9:16 തൊട്ട് 10:49 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 6:11 തൊട്ട് 7:43 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം ശരിക്ക് 11:58 തൊട്ടാണ് ആരംഭിക്കുന്നത്. 12:46 വരെ അഭിജിത്ത് മുഹൂർത്ത സമയമുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം മുഹൂർത്തമുള്ള ദിവസമാണ്. എന്ത് കാര്യത്തിന് ഇറങ്ങാം. എങ്കിലും നമുക്ക് ഈ സമയം കുറച്ചുകൂടി മെച്ചപ്പെട്ട സമയമാണ്. ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. പ്രധാനമായിട്ട് മഞ്ഞ കളറോ മഞ്ഞ മിക്സായിട്ടുള്ളതോ അതുപോലെ ഗോൾഡൻ കളറോ ആയിട്ടുള്ള വസ്ത്രധാരണം ഇടുന്നത് നന്നായിരിക്കും. കാരണം നമ്മളിലേക്ക് വേഴത്തിൻ്റെ പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യുകയും നമുക്ക് കുറച്ചുകൂടി ശോഭിക്കാൻ സാധിക്കും. പോകുന്ന വേദിയിലെല്ലാം നമുക്ക് ഷൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.